السلام عليكم ورحمة الله تعالى وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി, അവരൊക്കെയും ഖമറാണ് ശംസാണ് നബി. ചൊല്ല് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലേ മൈക്ക് ഓഫ് ആയി പോയി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. ചൊല്ല് മദീനയിലേക്ക് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് മദീനയിലേക്ക് എത്തിക്കണേ അല്ലാ. ഹബീബിന്റെ തിരുനോട്ടം കിട്ടാൻ കാരണമാക്കണേ അല്ലാ. അവിടുത്തെ മദതും നസറും നദറും കൊണ്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ഈമാനോടുകൂടെ, നല്ല അദബോടുകൂടെ, നല്ല അച്ചടക്കത്തോടുകൂടെ മുത്ത് മുഅ്മിനീങ്ങളെ എല്ലാവരും ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര്, സ്വാലിഹീങ്ങളിലേക്ക് നിയത്താക്കി ഒരു 3 ഫാത്തിഹ 3 ഇഖ്ലാസ് മുഅവ്വിദത്തൈനി അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ഇലാ ഹദറത്ത് റൂഹി നബിയിനാ വഹാദീനാ വമുൻജീനാ വമുർശിദിനാ വമുസ്തഫാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദറാത്തി സായിരിൽ
الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. ഞങ്ങളെ ദുആയിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഇനി ചൊല്ലേണ്ടത്, ഇനി ഞാനും നിങ്ങളും ചൊല്ലേണ്ടത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹബീബായ മുത്തുനബി തങ്ങൾ ഉൾപ്പെടെയുള്ള ബദരീങ്ങളുടെ മഹത്വമാണ്. ബദരീങ്ങളെ തവസ്സുലാക്കലാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. പടച്ച റബ്ബേ, ബദരീങ്ങളെ കാബല് നൂറുൽ ഹുദാ മജ്ലിസിൽ നൽകണേ അല്ലാ. ഞങ്ങൾ ഓതിയ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ നിന്റെ അമ്പിയാക്കന്മാരെ, നിന്റെ ഔലിയാക്കന്മാരെ, നിന്റെ സ്വാലിഹീങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. നൂറുൽ ഹുദാ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ അല്ലാഹുവേ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ, അല്ലാഹുവേ നിലമ്മലുള്ള ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ ഉൾപ്പെടെ എല്ലാവരെ ഖബറിലേക്കും എത്തിക്കണേ അല്ലാ. തിരുവിഴാങ്കുന്നത്തുള്ള പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവേ 17 വയസ്സായ ഒരു പൊന്നുമോൻ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ വിദേശത്ത് നിന്ന് പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഖബറിലേക്ക് വെളിച്ചമാക്കി കാണിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പലരും മരണപ്പെട്ടു പോയി ഖബറിലുണ്ട്, വലിയ സന്തോഷമാക്കണേ അല്ലാ. ഞങ്ങളെ ഖബറാളികൾക്ക് സ്വർഗീയ ആരാമങ്ങളെ കൊണ്ട്, അനുഭൂതികളെ കൊണ്ട് ഉല്ലസിക്കാനുള്ള സൗഭാഗ്യം ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ബദരീങ്ങളെ തവസ്സുലാക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത് ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലി ഇതൊക്കെയും ബദരീങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായാ റബ്ബനാ. എല്ലാ ബലാവും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം ശിഫയാക്കണം യാ റബ്ബനാ. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. സ്വീകരിക്കണേ റഹ്മാനേ, കബൂലാക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. ബദരീങ്ങളെ കാവല് കൊണ്ട് റഹ്മാനെ, ബദരീങ്ങളെ കാവല് കൊണ്ട് അല്ലാഹ്, ബദരീങ്ങളെ കാവല് കൊണ്ട് അല്ലാഹ്. നിന്റെ ഹബീബ് വിളിക്കാൻ പറഞ്ഞിട്ടാണ് ബദരീങ്ങളെ ഞങ്ങൾ വിളിക്കുന്നത്. അല്ലാഹുവേ അവരെ കാവല് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇനി ചൊല്ലുന്നത് ഗൗസുല്ലാദ് നിങ്ങളെ മുഹിയുദ്ദീൻ മാലയാണ്, മുഹിയുദ്ദീൻ മാലയാണ്. നിയത്താക്കിക്കോ, അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല തഖ്വയോടുകൂടെ അല്ലാഹു നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ. അല്ലാഹ് തിരുപേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ അലം ഉടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദാ വർഗീളെ ആണോവർ എല്ലാ കീള ഈലോ ബംഗീളെ ആയോവർ എല്ലാ തീശയിലോ കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദാവർ തായും ബാവയും മാണോവർ ബാവാമുദു വിന്ന് കുത്തുവായി വന്നോവർ ബാനം മാതേളിലോ കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദാവർ തായും ബാവയും മാണോവർ ബല്ല നീല തീന്നോ എന്നെ വിളിപ്പോർക്ക് ബായ്കൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചവർ
പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് മുത്താൽ പാടച്ച ദുനിയാവിൽ നിൽക്കും നാൾ മൂപ്പർ മുഹിയദ്ദീൻ കാവലിലേകല്ല കാലം അസ്റായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹിയദ്ദീൻ കാവലിലേകല്ല പേടി പേരുത്ത ഖബറകം പോകും നാൾ പേർ പെറ്റ മുഹിയദ്ദീൻ കാവലിലേകല്ല സൂറ് വിളി കേട്ടിട്ടൊക്കെ പുറപ്പെട്ടാൽ സുൽത്താൻ മുഹിയദ്ദീൻ കാവലിലേകല്ല ഖോജാ ശഫാഅത്തിൽ മുഹിയദ്ദീൻ തൻ കൂടെ കൂട്ട് സൗബർഗത്തിൽ അലം മുടയോനെ ഖോജാ വേദാംബരെ മംഗലം കാണുവാൻ മംഗല വേലകൾ കാണുവാനേകല്ല എന്നെയും എന്നോടെ ഉമ്മയും ബാവയും പഠിപ്പിച്ചേ ഉസ്താദ്മാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്കൾ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ല പിശയേറെ ചെയ്ത് നടന്നോരാടിയാന്റെ പിശയും പോറുത്ത് റഹ്മത്തിൽ കൂട്ടല്ല എല്ലാ പിശയോ പോറുക്കുന്ന നായനെ ഏറ്റം പോറുത്ത കൃപ ചെയ്യ അല്ലാ നല്ല സ്വലവാത്തും നല്ല സലാമായും എങ്കൾ ഹബീബോരിൽ ഏക് പെരിയോനെ നല്ല സ്വലവാത്തും നല്ല സലാമായും എങ്കൾ ഹബീബോരിൽ ഏക് പെരിയോനെ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ് ഈമാനോടുകൂടെ അല്ല അതവോടുകൂടെ അച്ചടക്കത്തോടെ മുഅ്മിനീങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ല് ക്ലിയർ ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ എല്ലാവർക്കും ശരിക്കും കേൾക്കുന്നുണ്ടല്ലോ കട്ടായി പോകുന്നുണ്ടോ കമന്റിൽ അറിയിക്കട്ടാ അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ ഓക്കെ അല്ലേ അല്ലാഹുവേ മഹാനായ ഗൗസുല്ലാദം ഞങ്ങളെ കാവല് നൽകണേ അല്ലാഹ് ഗൗസുല്ലാദം ഞങ്ങളെ മദദ് നൽകണേ അല്ലാഹ് ഗൗസുല്ലാദം ഞങ്ങളെ നസറും നളറും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ് ഇനി ചൊല്ലുന്നത് മുത്തമുഅ്മിനീങ്ങളെ മഹാനായ അഹ്മദ് കുട്ടി മുസ്ലിയാർ പള്ളിപ്പടി അവിടുത്തെ തവസ്സുൽ ബൈത്താണ് ചൊല്ലുന്നത് അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബി സല്ലല്ലാഹു ഗൗസുൽ അഅ്സം മുഹിയദ്ദീൻ പള്ളിപ്പടി വലി റളിയല്ലാഹ് കണ്ണിനു കണ്ണാം വലിയോരേ കാതിൽ സുഖമൊഴുകും പേരേ കൽബിൽ കുളിർമ പൊൻ പൂവേ പള്ളിപ്പടി വലി റളിയല്ലാഹ് പള്ളിപ്പടിയിൽ മറഞ്ഞോരേ ഫളിലുകളുടയ മഹാനോരേ പാരിനുടയവനേകൻ തന്നുടെ ഇഷ്ട കനിയാം പൂമാനേ
നാടിന് ഇസ്സത്തായവരെ ഇസ്കിൽ വഴി ചേർന്നുള്ളവരെ ഇഹ പരമോക്ഷം നേടി സുബർക്കം തേടി മറഞ്ഞ മഹാനിധിയെ ദുനിയാവ് നമ്മരീചികതൻ മായിക വിട്ട് നടന്നോരെ സൂക്കിൻ ചെളിവെള്ള കുളമകമിൽ അമ്പറു ചേർത്തൊരു പൊന്നൊടിയേ ഉള്ളാൾ തങ്ങളെ പോലൊരു വലിയ എൻ വലിയാം പള്ളി പടി വലിയ എന്നൊരു വാക്കിനുള്ളിലെ പൊരുള് പാപികൾക്ക് ആശ്വാസത്തിൻ തണല് അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്സം മുഹയ്യദ്ദീൻ പള്ളി പടി വലി റളിയല്ലാഹ് പള്ളി പടി വലി റളിയല്ലാഹ് ഇരവിതുപാടും ഞങ്ങളിലായി തരമതുപോലെ സുബർഗത്തെ അമ്പിയ രാജരചാരത്തായി വലിയോടൊത്ത് ചേർത്തിടണേ അല്ലാ വലിയോടൊത്ത് ചേർത്തിടണേ അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹു ഗൗസുൽ അഅ്സം മുഹയ്യദ്ദീൻ പള്ളി പടി വലി അല്ലാഹുവേ പടച്ച റബ്ബേ ഉള്ളാളത്ത് തങ്ങളുപ്പാപ്പാനെ മഹാനായ ഉള്ളാളത്ത് തങ്ങളുപ്പാപ്പാനെ അല്ലാഹുവേ ഉള്ളാളത്ത് മദനി തങ്ങളെ ദർഗയുടെ ചാരത്ത് ദർസിന് വേണ്ടി പറഞ്ഞയച്ചത് മഹാനായ പള്ളിപ്പടി മസ്താൻ അഹ്മദ് കുട്ടി മുസ്ലിയാർ എറണാകുളം പാലാരിവട്ടം പൊന്നുരുന്തി പള്ളിപ്പടി മഖാമിലെന്ത് ഇറങ്ങുന്ന മുത്തേ അവിടുത്തെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ അവിടുത്തെ മദദ് നൽകണേ അല്ലാ അവിടുത്തെ നസ്ർ നൽകണേ അല്ലാ ഈ മജ്ലിസിൽ വന്ന് പ്രയാസം അനുഭവിക്കുന്നവരെ നീ കാണുന്നുണ്ടല്ലോ അല്ലാ സങ്കടപ്പെടുന്നവരെ നീ കാണുന്നുണ്ടല്ലോ അല്ലാ എല്ലാവർക്കും ഈ മജ്ലിസ് ഒരു സമാധാനമാക്കണേ അല്ലാ സമാധാനമാക്കണേ അല്ലാ നല്ല തഖ്വയോടുകൂടെ തന്നെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും പങ്കെടുക്കണേ തലയിൽ തട്ടം മാറിപ്പോകണ്ട മജ്ലിസിലിരിക്കുമ്പോ തലയിൽ തൊപ്പി വെച്ച് നല്ല അതബോടുകൂടെ അച്ചടക്കത്തോടുകൂടെ പങ്കെടുത്തോ എത്ര കണ്ട് ഇഖ്ലാസ് എന്റെ മനസ്സിലുണ്ടോ എന്നെ കേൾക്കുന്ന നിങ്ങളെ മനസ്സിലുണ്ടോ അത്ര കണ്ട് അല്ലാഹ് നമ്മളെ പരിഗണിക്കും ആ ബോധം എപ്പോഴും മനസ്സിൽ വേണേ ഉമ്മമാരെ നൂറുൽ ഹുദാ കുടുംബങ്ങളെ ഒരുപാട് മഹാന്മാരെ വിളിക്കുന്നുണ്ട് ഒരുപാട് പേരിലേക്ക് ഫാത്തിഹ ഓതുന്നുണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ നാമങ്ങൾ ചൊല്ലുന്നുണ്ട് അല്ലാഹു നമ്മളെ തട്ടൂല അല്ലാഹു നമ്മളെ ഒഴിവാക്കൂല സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ ഏറ്റെടുക്കണേ അല്ലാ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാ മുഅ്മിനീങ്ങളെ ചൊല്ലിക്കോ മഹാനായ സിയം വലിയുള്ളാന്റെ തവസ്സുൽ ബൈത്ത് നല്ല അതബോടുകൂടെ തന്നെ ചൊല്ലിക്കോ അല്ലാഹു സ്വീകരിക്കട്ടെ സിയം വലിയുള്ളാനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട് ഉള്ളത് വിശ്വസിച്ചാൽ മതി ഇല്ലാത്തത് മഹാന്മാരെ വേലിൽ വെച്ച് കെട്ടാൻ നമ്മൾ ആരും നിൽക്കണ്ട ഉള്ള കറാമത്തുകൾ അംഗീകരിച്ച് വിശ്വസിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അതിന്റെ പിന്നാലെ തൂങ്ങാതെ മുഅ്മിനീങ്ങളെ അവരൊക്കെ അള്ളാന്റെ മഹാന്മാരാണ് അല്ലാഹു അവർക്ക് വലിയ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നും വിചാരിച്ച് അവരെ പടച്ച റബ്ബാണെന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുന്നവരുണ്ട് അല്ലാഹുവേ അവരെ ശർറിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ ഞാൻ വെറുതെ പറയുന്നതല്ല ഇന്ന് ഞാനൊരു പാട്ട് കേട്ടു എന്താ സംഭവം സിയം വലിയുള്ളാനെ അവരെന്താ ചെയ്യുന്നത് സിയം വലിയുള്ളാനെ അവര് പിടിച്ചിട്ട് പിന്നെ എന്താന്നാക്കണ് അള്ളാഹു ആക്കി കളിയാണ് ഞാനൊരു പാട്ട് കേട്ടു ഇതാ അല്ലാ മടവൂര് ഹൂ അല്ലാ മടവൂര് എന്താണിപ്പാ പറഞ്ഞത് സുബ്ഹാനല്ലാഹ്
ആരെങ്കിലും ചോദിച്ചാ മടവൂര് പടച്ചോനാന്ന് പറഞ്ഞോളിന്ന്. ഇമാതിരി തോന്നിവാസം നമ്മൾ വിശ്വസിക്കാൻ പാടുണ്ടോ മുഅ്മിനീങ്ങളെ? നമുക്കത് പാടില്ലല്ലോ. CM വലിയുള്ളാക്ക് നമ്മൾ ആരും ഔലിയ അല്ല വലിയല്ല എന്ന് പറയാൻ നമ്മൾ ആരും മുതിരുന്നില്ല. നമ്മളെ കഥ അള്ളാന്റെ വലിയാണ്, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ്, അള്ളാനെ ഇഷ്ടപ്പെട്ട ആളാണ് അല്ലേ? നമ്മളൊക്കെ അവിടെ നിൽക്കുന്ന ആളുകളാ. അതിന്റെ അപ്പുറത്തേക്ക് കയറി CM വലിയുള്ളാനെ ഇപ്പൊ പറഞ്ഞത് ഹൂ അല്ലാ ഹൂ അല്ലാ മടവൂര്, ഹൂ മടവൂര്. എന്താ പറയുന്നത്? അള്ളാഹ്ക്കാണെന്ന് ചില ആളുകൾ, വിവരദോഷികൾ, തലന്റെ ഉള്ളിൽ ആൾതാമസല്ലാതെ ദീന് പഠിക്കാത്ത കുറെ എണ്ണം നമ്മുടെ ചുറ്റിനുണ്ട് അല്ലേ? അങ്ങനത്തെ ആളുകൾ CM വലിയുള്ളാനെ പിടിച്ച് പടച്ചോനാക്കുക, പടച്ചോൻ എന്നിട്ട് പാടികൊണ്ട് നടക്കുക. എത്ര കണ്ട് ഉളുപ്പില്ലാതിരിക്കണം, എത്ര കണ്ട് ഉളുപ്പില്ലാതിരിക്കണം മഹാന്മാരെ. വെറുതെ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശർറിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരു കൂട്ടർ ഇങ്ങനെ പറയുന്നു, ഒരു കൂട്ടർ മഹാന്മാർക്ക് കഴിവില്ല, അവരോട് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല എന്നും പറയുന്നു. നമ്മളിപ്പോ ഇതിന്റെ രണ്ടിന്റെ നടുക്ക് ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. എന്തായാലും അള്ളാഹു നമുക്ക് ഈ ഒരു നിലക്ക് തന്നെ ഈ നടുക്കിൽ പെട്ട് കിടക്കുന്നത് ചില സമയങ്ങളിൽ നല്ലതാ. ചെറുത്താന്റെയും കടലിന്റെയും നടുക്കാന്ന് പറയുമല്ലോ, ചില സമയങ്ങളിൽ അത് നല്ലതാ. ഇങ്ങനത്തെ സമയങ്ങളിലെ ഒരാളുകൾ പറയുന്നു പടച്ചോനാണെന്ന്, ചില ആളുകൾ പറയുന്നു അവർക്ക് ഒന്നിനും പറ്റൂല, ഒരു കഴിവില്ലാന്ന്. ഇതിന്റെ രണ്ടിന്റെ നടുവിലാണ് നമ്മൾ. എന്താണ് നമ്മുടെ ആശയം? എന്താണ്? അള്ളാന്റെ പടപ്പാണത്. അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. ആ കഴിവ് കൊണ്ട് അവർ നമ്മളെ സഹായിക്കും. ഏതുപോലെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് എന്നോടൊരു 10 രൂപ ചോദിക്കാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ 10 രൂപ തരാൻ എനിക്ക് താല്പര്യം ഉണ്ടാവില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ വന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ആ 10 ചോദിച്ചാൽ ചിലപ്പോൾ 50 രൂപ ഞാൻ തരാൻ ചിലപ്പോൾ തയ്യാറാകും. അങ്ങനെയാണല്ലോ, ചിലപ്പോൾ ഞാൻ 50 രൂപ തരും. അതെന്തുകൊണ്ടാ? എനിക്ക് അള്ളാഹ് കഴിവ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് 50 രൂപ തരാൻ, അല്ലെങ്കിൽ 10 രൂപ തരാൻ അള്ളാഹു കഴിവ് വന്നിട്ടുണ്ട്. അള്ളാഹ് തന്ന കഴിവിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ സ്വന്തമായിട്ടൊരു വിരല് പോലും, ചെറിയ വിരലുണ്ടല്ലോ ഈ വിരല്, ഇതുപോലും സ്വന്തമായി ചലിപ്പിക്കാൻ ഇവിടെ ഒരാൾക്കും കഴിയൂല. സ്വന്തമായി ഒരു വിരല് ചലിപ്പിക്കാൻ ഇവിടെ ഒരാൾക്ക് കഴിയൂല. വായുവിൽ നിന്ന് പണമെടുക്കാൻ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കഴിയൂല അല്ലേ? മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ മഹാന്മാർ അള്ളാനെ പൊരുത്തപ്പെട്ട് അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിച്ചപ്പോ അവരുടെ ജീവിതത്തിലും അവര് വഫാത്തായതിനു ശേഷവും അള്ളാഹു അവർക്ക് ആ കഴിവ് കൊടുത്തു. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന് കഴിവ് കൊടുക്കാൻ കഴിയൂല എന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? മമ്പർ ഞങ്ങളെ കാക്കണേന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞു. മമ്പർ ഞങ്ങൾ കാക്കുവോ? കാക്കും, സ്വന്തം കാക്കൂല. അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാക്കും. അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്പർന്നങ്ങൾ പാപ്പ നമ്മളെ കാക്കും, ഇല്ലെങ്കിൽ നമ്മളെ കാക്കൂല. സ്വന്തമായിട്ടൊരു കഴിവും അമ്പർന്നങ്ങൾക്കുമില്ല, മുഹിയുദ്ദീൻ ശൈഖിനുമില്ല, ബദരീങ്ങൾക്കുമില്ല, ആർക്കില്ല, ഒന്നുമില്ല. പിന്നെ കഴിവ് ഇവർക്കൊക്കെ ഉള്ളത് എങ്ങനെയാണ്? അള്ളാനെ പൊരുത്തപ്പെട്ട് ചോദിച്ചപ്പോ അള്ളാഹ് കൊടുത്ത കഴിവ് പോലെ കയ്യിലുണ്ട്. അതിൽ നിന്ന് നമ്മളെ ഒരു സഹായിക്കും. അവിടെ നിന്നുകൊണ്ട് ചോദിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ CM വലിയുള്ളാനെ നമ്മൾ വിളിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ വിളിക്കാത്ത ആളുകളല്ല. നമ്മൾ മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമിയോ തബ്ലീഗോ ഖാദിയാനിയോ അങ്ങനത്തെ ഒരു പുത്തൻ പ്രസ്ഥാനക്കാരനോ അല്ല. പിന്നെന്താ? സുന്നിയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിലുള്ള സുന്നി. ഇനി സുന്നി മൂത്തുപോയിട്ട് മഹാന്മാരെ കൊണ്ട് പടച്ച റബ്ബാക്കണം, ആ പരിപാടി നമ്മളെ അടുത്തില്ല. നമ്മൾ രണ്ടിന്റെയും നടുവിലാ നിൽക്കുന്നത്. അള്ളാഹു ഈ നിലക്ക് നമ്മളെ മുന്നോട്ട് നീക്കട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. എല്ലാവരും ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. നഹ്മദുല്ലാഹൽ മുജീബ കുല്ല ദഅവാതിൻ ലനാ, ലാ ലനാ റബ്ബുൻ സിവാഹു ഇന്നഹുൽ ബർറുൽ അലീ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കമ്മരീളിൻ ഖദ് അതാഹു കാമിലു ശിഫാ ബികും, ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മടബൂർ വലി.
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് കുല്ല ഇഫ്രീത്തിൻ വശൈത്വാനിൻ വജിന്നിൻ മാരിദി അദ്ഹിബൻ വനജ്ജിനായ കുതുബനാ മടബൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് റബ്ബി സ്വല്ലി അലർ റസൂലി സയ്യിദിർ റസൂലിൽ കിറാം سلام دائما والآل يا من هو جليل لا إله إلا الله لا إله إلا الله الله لا إله إلا الله هو محمد رسول الله لا إله إلا الله الله അല്ലാതെ വേറൊരു ആരാധനയില്ല മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണ് ഈ വിശ്വാസത്തിലായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകട്ടെ നിങ്ങളെ ആമീൻ പറ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ ശഅബാൻ മാസത്തില് മുത്ത് നബിയുടെ മാസത്തില് പുന്നാര ഹബീബിലേക്ക് ഒരു 33 സ്വലാത്തുൻ നൂറ് ഉറങ്ങുന്നതിന് മുമ്പ് അത് 100 പൂർത്തീകരിച്ചിട്ട് വേണം എൻ്റെ ഉമ്മമാര് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാര് കടന്നുറങ്ങാൻ. അല്ലാഹുവേ എല്ലാത്തിനും ഞങ്ങൾക്ക് സമയമുണ്ട്. ഈ ദുനിയാവിലെ എല്ലാ കല്യാണങ്ങൾക്ക് പോകാനും എല്ലാ ടൂറിന് പോകാനും എല്ലാ കോപ്രായത്തരങ്ങൾക്കും ഞങ്ങൾക്ക് സമയമുണ്ട്. സ്വലാത്തു ചൊല്ലാൻ ഒരു 10 മിനിറ്റ് കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഒരു 10 മിനിറ്റ് പോലും സ്വലാത്തല്ല നമുക്കിന്ന് ഇല്ല അല്ലേ? നമ്മളൊക്കെ വലിയ തിരക്കിലാ. തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാ തിരക്കും കഴിഞ്ഞ് മരിച്ചു കിടക്കുന്ന സമയമുണ്ട്. അപ്പ രക്ഷപ്പെടാനുള്ളതാണ് സ്വലാത്ത്. മുറുകെ പിടിച്ചോര് കഴിച്ചിലാവും, അല്ലാത്തൊരു നട്ടം തിരിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്തു ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഈ മജ്ലിസിന്റെ കീഴിൽ ചൊല്ലപ്പെട്ട സ്വലാത്തുകൾ നാളെ രക്ഷപ്പെടാനുള്ള കാരണമാക്കണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി ചൊല്ലേ. ഹബീബായ തങ്ങളെ പൂമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചൊല്ലിയ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി 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 اللهم صل على النور واغلي 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 الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ
ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. മുത്തുമുഅ്മിനീങ്ങളെ, ഇനി ചൊല്ലേണ്ടത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളാണ് അസ്മാഉൽ ഹുസ്ന. പവിത്രമായ പരിശുദ്ധമായ പടച്ചറബിന്റെ നാമങ്ങള് നിയത്താക്കിക്കോളീ. സങ്കടം വിഷമം മനസ്സിലില്ലാത്തവരാരുമില്ല ഈ സദസ്സില്. ഏതെങ്കിലും ഒരു നിലക്ക് നമുക്കൊരു വിഷമം ഉണ്ടാവും അല്ലേ? മക്കളെ കാര്യങ്ങള്, ഭർത്താവിന്റെ കാര്യങ്ങള്, ഭാര്യയുടെ കാര്യങ്ങള്, മാതാപിതാക്കളുടെ കാര്യങ്ങള്, സുഹൃത്തുക്കളുടെ കാര്യങ്ങള്, ജോലിയുടെ വിഷയങ്ങള്, വാഹനത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷമങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളുമായി പലരും പ്രയാസത്തിലാണ് അല്ലേ? ഈ പ്രയാസങ്ങൾ എന്തെങ്കിലും അള്ളാനോടൊന്ന് പറഞ്ഞ് പരിഹരിച്ച് കിട്ടുമോ അല്ലേ എന്ന് നോക്കിയിട്ടുണ്ടോ? വിഷമം എല്ലാവർക്കും ഉണ്ടാവും. ഈ വിഷമത്തിന് നമ്മൾ ഒരുപാട് മാർഗങ്ങൾ നമ്മൾ കണ്ടെത്താറുണ്ട് അല്ലേ? ടെൻഷനുള്ള ആളുകളുണ്ട്. ടെൻഷനാണ്, ഒരു രക്ഷയില്ല, ജീവിക്കാൻ കഴിയുന്നില്ല, അത്ര വലിയ ടെൻഷനാണ്. എങ്ങനെ ഞാൻ ഈ ടെൻഷൻ ഒന്ന് അകറ്റും? അത്രമേലെ ടെൻഷൻ മനസ്സിലേക്ക് ഇങ്ങനെ എരച്ച് കയറി വരികയാണെങ്കിൽ അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ ഒരു തവണ ചൊല്ലിയാൽ മതി. എന്ത്? അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. ഒരൊറ്റ തവണ ചൊല്ലിയാൽ ടെൻഷൻ അവിടെ സ്വിച്ചിട്ടതുപോലെ നിൽക്കുന്നു മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ കേട്ടാ പോരാ, എല്ലാം കേൾക്കുന്നുണ്ട്, ഒന്നും ജീവിതത്തിൽ ഇല്ല, അങ്ങനെ ആയാൽ പറ്റൂല. എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോ ആദ്യം ഡോക്ടറെ അടുത്ത് ഓടുക. ആ ഓടുന്നതിന്റെ മുമ്പ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. മനസ്സറിഞ്ഞ് ദൃഢപ്രതിജ്ഞയോടുകൂടെ എന്റെ റബ്ബ് എന്റെ ഒപ്പം ഉണ്ട് എന്നൊരു നിയ്യത്തിൽ ഉറപ്പിച്ചിട്ട്, ആ ഉറപ്പ് മനസ്സിൽ വേണം. അല്ലെങ്കിൽ വേഗം ഡോക്ടറെ അടുത്ത് പോകാൻ നല്ലത്. ഡോക്ടറെ അടുത്തേക്ക് പോകണം. അതിന് മുമ്പ് ഇതൊന്ന് അള്ളാനെ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം അല്ലേ? അതിനെന്ത് ചെയ്യണം? അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. പരിശുദ്ധമായ ഖുർആനിൽ നിന്നാണിത്. ഇത് അങ്ങോട്ട് ചൊല്ലിയ അവിടെ നിൽക്കുന്ന മഹാന്മാര് പറയാണ്, ഞാനതാണ് ചെയ്യാറുള്ളത്. എനിക്ക് നല്ല ടെൻഷൻ വരും, ഒരുപാട് കാര്യങ്ങളായിട്ട് ഇടപെടുന്ന ആളാണ് അല്ലേ? ചില സമയങ്ങളിൽ സുബ്ഹാനല്ലാഹ് ചില വയലിന് ചിലപ്പോൾ സ്റ്റേജിലേക്ക് എത്തേണ്ടതുണ്ടാവും. ഞാനാണെങ്കിൽ നമ്മുടെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മളെ വണ്ടി ഓടിച്ചെത്തണ്ടേ. ചില സമയങ്ങളിൽ ബ്ലോക്കിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടിന്റെ ഇടയിൽ നിന്നായിരിക്കും ചിലപ്പോൾ വയലിന് അവർ വിളിച്ച സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ടാകുക. അപ്പൊ ചിലപ്പോൾ പറ്റൂല. അപ്പൊ വല്ലാതെ ടെൻഷൻ ആയിപ്പോ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആളുകളെ മുമ്പിൽ നമ്മൾ വഷളാകുമല്ലോ. കമ്മിറ്റിക്കാരിഞ്ഞ് തങ്ങളാണെന്നൊന്നും ആ സമയത്തോ ചിലപ്പോൾ നോക്കലുണ്ടാകൂല. ഒരു പരിപാടിക്ക് എത്രയോ മാസങ്ങൾ മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് ബുക്ക് ചെയ്യാണ്. എന്നിട്ട് തങ്ങൾ വരണമെന്ന് നോട്ടീസൊക്കെ അടിച്ച് റോഡ് കൂടെ ഒക്കെ ഫ്ലക്സ് വെച്ച് പിന്നെ അവര് നമ്മളെ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ചെമ്പ് മോറി വെക്കുന്ന സമയത്ത് നമ്മൾ കയറിച്ചില്ല. അങ്ങനെ പാടില്ലല്ലോ. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പെട്ടുപോകാറുണ്ട്. എപ്പോഴും അങ്ങനെ പെടാറുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിഞ്ഞി ചില ആളുകൾ കേട്ട് കഴിഞ്ഞാൽ ആ തങ്ങളെ വയലിന് വിളിക്കണ്ട, നേരം വൈകിട്ടേ വരുള്ളൂ എന്നാരും മനസ്സിലാക്കണ്ട. അള്ളാന്റെ ദീന് പറയാൻ ഞങ്ങളെന്നെ വിളിക്കണം. ഞാൻ ഒന്ന് പറഞ്ഞു തരും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചില സമയങ്ങൾ അപ്പൊ വല്ലാതെ ടെൻഷൻ വരുമ്പോ എനിക്ക് ചില സമയങ്ങളിൽ അത് നിയന്ത്രിക്കാൻ കഴിയൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാറാണ്? അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ ഒറ്റ തവണ അങ്ങോട്ട് ചൊല്ലും. അതോടുകൂടെ ടെൻഷൻ അവിടെ നിൽക്കലുണ്ട്, ഇതുവരെ നിന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയെന്ന് അറിയൂല. അങ്ങനെ തന്നെ ആക്കി തരട്ടെ അള്ളാഹു. നമുക്കൊക്കെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, നമ്മൾ ഈ ചൊല്ലുന്ന ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ടെൻഷനും നമ്മുടെ പ്രയാസങ്ങളും ഒരൊറ്റ ദിക്ർ കൊണ്ട് അള്ളാഹു അവിടെ തന്നെ നിർത്തി തരട്ടെ. അള്ളാഹുവിന്റെ നാമങ്ങൾക്കുള്ള പ്രത്യേകത നമ്മൾ മനസ്സിലാക്കാത്തോണ്ടല്ലേ 99 നാമങ്ങൾ പഠിച്ചു വെച്ചാൽ ഓന്റെ ശരീരം നരകത്തിൽ വീഴൂലെന്നാണ്. 99 നാമങ്ങൾ ഒരാൾ പഠിച്ചു വെച്ചാൽ ഓൻ പിന്നെ നരകത്തിൽ കടക്കൂലാന്ന്. ഓന്റെ ശരീരം നരകത്തിലെ തീ പൊള്ളിക്കൂലാന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് എന്ത്? അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കുക എന്ന് പറയുന്നത്. എന്തൊരു ഭാഗ്യാണ് അല്ലേ? ഒരുപാട് ഉമ്മമാര് അൽഹംദുലില്ലാഹ്, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ കാരണം കുറെ ആളുകളെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കാരണം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. വലിയ സന്തോഷമാണ്. ഇനിയിപ്പൊ ഞാൻ ചൊല്ലിയ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോയിട്ടില്ലെങ്കിലും ഞാൻ കാരണം ചൊല്ലിയാറെ വർക്കത്തെങ്കിലും കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോയാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ കാരണം വേറെ ആളുകൾ ചൊല്ലാൻ ശ്രമിക്കുക, ബാക്കിയുള്ളവർക്ക് നന്മ എത്തിച്ചു കൊടുക്കുക.
പരിശുദ്ധ ഖുർആൻ നമ്മളോട് അതല്ലേ പറഞ്ഞത്? വൽ തകുൻ മിൻകും യദ്ഊന ഇലൽ ഖൈർ. എന്താ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? നിങ്ങളെ സൃഷ്ടിച്ചത് ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറയാനും ചീത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാനുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ. അല്ലേ? ഖുർആൻ പറഞ്ഞല്ലേ, വൽ തകും മിൻകും യദ്ഊന ഇലൽ ഖൈർ. നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകൾ ഉണ്ടാകട്ടെ. ആ ടേ എന്നിങ്ങനെ കേട്ടാ പോരാ, അത് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് നന്മയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഇനി നമുക്ക് പുറത്തുള്ള ഒരാളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂല എന്ന് കൂട്ടാ, നമ്മുടെ മക്കളെങ്കിലും കൊണ്ടുവരണം. നമ്മളെ മക്കളെ എന്തേ മക്കളൊക്കെ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട് ഉസ്താദേ, ഞങ്ങളെ മക്കളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് നിൽക്കുന്ന മക്കളാണ് എന്ന് പറയാൻ ആർക്കെങ്കിലും ഈ കാലത്ത് കഴിയോ? ഇല്ല, കഴിയൂല. 5ാമത്തെ വയസ്സെത്തുമ്പോഴേക്കും കുട്ടികൾ മൊബൈൽ ഫോൺ A to Z കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അവരുടെ ലോകം മൊബൈലാണ്. ഉമ്മ വിളിക്കുന്നുണ്ടാവും, വാപ്പ വിളിക്കുന്നതാണ്, മക്കൾ ഇത് അങ്ങനെ തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത് അങ്ങനെ ആക്കുന്നുണ്ടാവും. നമ്മൾ കണ്ടിട്ടില്ലേ? ഞാൻ കാണിച്ചു തരാം നമ്മുടെ കുട്ടികൾ എന്താ കാണിക്കാറുള്ളത്. ഇപ്പൊ ഞാന് ഒരു സ്ഥലത്ത് വയലിന് പോയി. ഈ അടുത്ത് വയലിന്റെ സദസ്സിലൊക്കെ നല്ല ആളുണ്ട്. ആയിരക്കണക്കിന് ആളുകളുള്ള സദസ്സാണ്. അപ്പോ വയലിന് ഞാൻ കാറ് നിർത്തി പള്ളിയിലേക്ക് കയറാണ്. പള്ളിയിലേക്ക് കയറുമ്പോ പള്ളിയുടെ മുറ്റത്ത് സുബ്ഹാനല്ലാഹ് കുറേ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് വയലും കേൾക്കണ്ട, ഒരു 10, 15, 16, 17 വയസ്സുള്ള കുട്ടികൾ ഇരിക്കുന്നുണ്ട്. മൊബൈൽ ഫോണ് സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? ഇങ്ങനെയാണ് പിടിക്കാറ് അല്ലേ? ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ തോണ്ടാറുള്ളത് അല്ലേ? ഒരാള് വിളിക്കുമ്പോ ഇങ്ങനെ വിളിക്കും. ഈ കുട്ടികൾ ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് ഒരു കുട്ടിയുടെ കയ്യിൽ ഇവിടെ എന്തോ ഒരു കെട്ടിയിട്ടുണ്ട്, 2 കയ്യിലും അങ്ങനെ പിടിച്ചിട്ട് ഇതാണ് പരിപാടി. ഇതിങ്ങനെ അപ്പുറത്ത് വയല്, ഇപ്പുറത്ത് നല്ല എന്തോ ഒരു സാധനം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ കളിയാണ് വലുത്. മാതാപിതാക്കളോ അല്ലെങ്കിൽ നാടോ നാട്ടുകാരോ ഒന്നുമല്ല അവർക്ക് വലുത്. അവർക്ക് ഇതാ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാ മതി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മക്കള് നേരാകണം, മക്കളെ നന്മയിലേക്ക് എത്തിക്കണം. അതിനെന്ത് വേണം? ഇങ്ങനെ വയല് കേൾക്കുമ്പോ ഞാൻ ഇങ്ങനെ വയല് പറയുമ്പോ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞ് എന്നെ കുറ്റം പറയുന്നതിന് പകരം ഈ നട്ടപ്പാതിരായ തുടങ്ങും തങ്ങൾ പാപ്പ മജ്ലിസ് എന്ന് പറഞ്ഞ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം അങ്ങനെ പറഞ്ഞ് ഇന്നെ കളിയാക്കണം. ഒച്ചപ്പാടും ബഹളം തുടങ്ങി രാത്രി ആയിക്കഴിഞ്ഞാൽ ഇന്നെ കളിയാക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യാ? എന്നെ കളിയാക്കുന്നതിന് പകരം ഞാൻ ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. നാളെ ആകട്ടെ, മറ്റന്നെ ആകട്ടെ, അടുത്ത ആഴ്ച സ്കൂൾ ഇട്ട് വരട്ടെ, എന്നിട്ട് ഓനൊരു പിടുത്തുണ്ട്. അങ്ങനെയല്ല, പിടിച്ചാനും അമർത്താനും ഞെക്കാനും ഒന്നും പോകണ്ട, തല്ലിക്കൊല്ലാനും ചവിട്ടി കൂട്ടാനും ഒന്നും പോകണ്ട. അവരെ ശ്രദ്ധിക്കുക, അവരോട് ശ്രദ്ധിക്കാൻ പറയുക, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, തിന്മ കാണിച്ചു കൊടുക്കുക. ചില വാപ്പാർക്കൊന്നും അത് അറിയൂല. എന്താ? ഓല വാപ്പ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് കുട്ടികളോട് സംസാരിക്കുമ്പോൾ വാപ്പാക്ക് ഉള്ളിന്റെ ഉള്ളിൽ ആ സ്നേഹം ഉമ്മാര് പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ ബാപ്പാരായിട്ട് നിങ്ങൾ മാറണ്ട. മക്കളോട് സ്നേഹമുണ്ട്, പ്രകടിപ്പിക്കൂല, ഉള്ളുകൊണ്ട് ഭയങ്കര സ്നേഹ. എന്തോ ആ സ്നേഹം എന്തിനാ പറ്റും? ആ സ്നേഹം എന്തിനു പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കി. ചില ബാപ്പാർക്ക് മക്കളോട് ബാപ്പാർക്ക് മക്കളോട് എപ്പോഴും സ്നേഹം ഉണ്ടാവും. ഇയാൾ കാരണം ജനിച്ചതല്ലേ മക്കള്, അപ്പൊ ബാപ്പാർക്ക് സ്നേഹം ഇല്ലാതിരിക്കാൻ പറ്റൂലല്ലോ, ഉണ്ടാകും. ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം മൂടിക്കൊണ്ട് നടക്കാനുള്ളതൊന്നുമല്ല, പ്രകടിപ്പിക്കാനുള്ളതാണ്. കുട്ടിക്ക് 10-25 വയസ്സായി. ചില റീലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില റീലുകൾ എന്തായാലും പറയുന്നത് 20 വയസ്സായി, ഇതുവരെ എന്റെ വാപ്പനൊന്നും ഉമ്മ വെച്ചിട്ടില്ല. എന്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ആർക്ക് കൊടുക്കാനാണ് ഈ ഉമ്മ എന്ന് പറയുന്ന സാധനം? കാമുകിക്കും ഭാര്യക്കും മാത്രം കൊടുക്കാനുള്ളതാ? ആണോ? അല്ലല്ലോ. പിന്നെ ആർക്ക് കൊടുക്കാനുള്ളതാ? മക്കൾക്കൊന്ന് കൊടുക്ക്, ഒന്ന് കൊടുത്തു നോക്ക്, നേരാകും. മക്കൾ സ്നേഹമുള്ള മക്കളായി മാറും. ഇത് മക്കളൊക്കെ കൊണ്ട് ആരടാ ഞാനടാ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കണ്ണു ഇത്ര ഉരുട്ടി മക്കളെ പേടിപ്പിച്ച് മക്കളെ ഇടങ്ങാറാക്കി
ഒരു നിലക്കുള്ള ഒരു സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുക്കൂല. മക്കൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴേക്കിനും അതാടാ ഇതാടാ അങ്ങോട്ടാടാ ലോകം മൊത്തം കണ്ടാള് മൂപ്പര്, മക്കളൊന്നും കണ്ടിട്ടില്ല. ആ നിലക്ക് അത് തെറ്റാടാ ഇത് തെറ്റാടാ, അത് ചെയ്യണ്ട മണ്ടത്തരാടാ, അത് ചെയ്യണ്ട, അത് അപ്പളേ പറഞ്ഞില്ല ഞാൻ, അല്ലെങ്കിൽ ഇജ്ജ് നന്നാവാത്തവനാടാ, ഇജ്ജ് കുരുത്തം കെട്ടവനാടാ, ഇജ്ജ് ഒരു കാലത്ത് ഇജ്ജ് നേരാവൂലടാ. ഈ വർത്താനം പറയുന്നവരില്ലേ, അതൊരു നാണമാനമില്ലാത്ത കുറെ സാധനങ്ങൾ. നിങ്ങളെ മക്കളുടെ ഭാവി കളയുന്നത് നിങ്ങൾ തന്നെയല്ലേ? ആലോചിച്ച് നോക്കി. കുറേ ബാപ്പമാരിങ്ങനെ മക്കളെ ഭാവി കളയുന്നില്ലേ? ഒരു കോൺഫിഡൻസ് ഒരു വിഷയത്തിലേക്ക് ഇറങ്ങാൻ നമ്മുടെ മക്കൾക്ക് പലർക്കും കഴിയുന്നില്ല. എന്തിനങ്ങോട്ട് ഇറങ്ങി നിന്നാലും ഒന്നല്ലെങ്കിൽ ഉമ്മാന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വാപ്പാന്റെ ഭാഗത്തുനിന്ന് ഉമ്മാന്റെ കുട്ടി അതിന് പോകണ്ട, ഉമ്മാന്റെ കുട്ടി ഇങ്ങനെ ഒതുങ്ങി ഇവിടെ നിന്നാൽ മതി, പാപ്പാന്റെ കുട്ടി അങ്ങോട്ട് പോകണ്ട, ഇങ്ങനെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി ചെയ്തിട്ട് ഇങ്ങോട്ട് വാടാ, അങ്ങോട്ട് ചെയ്തിട്ട് വാടാ, ഞാനുണ്ടടാ എൻ്റെ കൂടെയെന്ന് പാപ്പാണ് പറഞ്ഞാണ്ടല്ലോ. ഇതിലും വലിയ ഒരു എനർജി ഓർക്ക് വേറെ എവിടുന്ന് കിട്ടാനാ? നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക്. എന്തിനുണ്ട് ഇറങ്ങി നിന്നാലും ഒരു മുടന്ത് ന്യായം. എന്തിനും അത് പറ്റൂല, അതിനത് വേണം അല്ലെങ്കിൽ ഇത് വേണം. അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുമ്പോ എല്ലാം അങ്ങോട്ട് ശരിയാവും. ഇനി സമ്പത്ത് ഉണ്ടാക്കണോ, അതിനും ബാപ്പമാര് മുമ്പിൽ നിന്ന് കൊടുക്കണം. അല്ല ഒക്കെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തി ഇങ്ങനെ മോന്ത വീർപ്പിച്ച് അങ്ങനെ നടന്ന മക്കൾ നേരാകൂല. നിങ്ങളൊന്ന് ഓലെ വൈക്ക് പിടി. തോന്നിവാസത്തിലേക്ക് വിടാനല്ല പറയുന്നത്. ഓളുടെ കഴിവുകളൊന്നും ഇങ്ങോട്ട് പ്രകടിപ്പിക്കട്ടെ. അതിന് നിങ്ങളോട്ട് എന്താ കഴിയുന്നത് ആ നിലക്കൊന്ന് സഹകരിച്ചു കൊടുക്കും മനുഷ്യന്മാരെ. നിങ്ങളോട്ട് എന്താ കഴിയുക? നിങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ കഴിയൂല, വേണ്ട. ഒരു വാക്ക് മതി. നിങ്ങൾ വാപ്പയല്ലേ, നിങ്ങൾ ഉമ്മയല്ലേ, നിങ്ങൾ കൂടപ്പറപ്പല്ലേ, ഒരു വാക്കുകൊണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കി. കാക്കാൻ്റെ കുട്ടി പോയിട്ടായി തുടങ്ങിക്കോ, അള്ളാഹു വിജയിപ്പിക്കും, എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. എൻ്റെ കയ്യിൽ എടുത്തു തരാൻ എനിക്ക് പൈസ ഒന്നും ഇല്ലട്ടോ, എന്നാലും കാക്കാൻ്റെ ദുആ എൻ്റെ ഒപ്പം ഉണ്ടാകും, എൻ്റെ കുട്ടി രക്ഷപ്പെടും. അല്ലെങ്കിൽ ഉമ്മ പറയാണ്, ഉമ്മാൻ്റെ കുട്ടി തുടങ്ങിക്കോളി, അള്ളല്ലേ വലിയോന്, ഉമ്മാൻ്റെ കുട്ടിയാണ് തുടങ്ങി, അതങ്ങോട്ട് ശരിയായിക്കോളുന്നു ഉമ്മന്ന് പറയുന്നു. ഇതൊന്നും പറയൂല. എന്തിനും കുറ്റവും കുറവും നോക്കി ഇങ്ങനെ മോന്ന് വീർപ്പിച്ച് നടന്ന മക്കൾ എങ്ങനെ നേരാകും? എന്താ നമുക്ക് ബോധം വരാത്തത്? ഇതല്ലേ പല കുടുംബങ്ങളിലും പ്രശ്നത്തിന് കാരണം? ഇതല്ലേ പല കുടുംബങ്ങളിൽ വക്കാണും വഴക്കിനൊക്കെ കാരണം? പിന്നെ ഒഴുക്കിനെതിരെ നീങ്ങി ചില മക്കളൊക്കെ രക്ഷപ്പെടും. എന്തു പറഞ്ഞാലും അത് മെയിൻറ്റ് ചെയ്യണ്ട. ചിലവർക്ക് ഉമ്മ വാപ്പ പറഞ്ഞോടത്ത് നിൽക്കണം എന്നാ. ചില മക്കൾ കുരുത്തം കിട്ടു പോകുന്നുണ്ടെന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യായിരിക്കും. എങ്ങനെ രക്ഷപ്പെടാൻ? ഇവര് സംഭവം കൊടുത്തിട്ട് വേണ്ടേ? ഇവരെന്ത് കണ്ടാലും മുടക്കാൻ പറയുന്ന വാപ്പാരും ഉമ്മാരും ആണല്ലോ. പിന്നെ എങ്ങനെ മക്കൾ നേരാകുക? എന്നിട്ട് ഈ മക്കള് വാപ്പാനും ഉമ്മാരും എതിര് ചെയ്തിട്ട് വേണം നേരായി വരാൻ. എന്റെ കുട്ടി നേരായിക്കോട്ടെ, ഓനെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് നേരായി വന്ന തരക്കടില്ല അല്ലേ, കുഴപ്പമില്ല അല്ലേ, എന്നാലും എൻ്റെ കുട്ടി ഞാൻ അത്രയും പറഞ്ഞു വേണ്ടാന്ന്, എൻ്റെ കുട്ടിയുടെ ആ ഒരു ധൈര്യം കൊണ്ട് ഓനെ ചെയ്ത് നേടിയെടുത്തല്ലോ റബ്ബേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ കുരുത്തം പൊരുത്തത്തോടു കൂടെ തുടങ്ങട്ടെ, നടത്തട്ടെ, ഓരോന്ന് നേരാകട്ടെ. എന്താ അങ്ങക്ക് അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്താൽ, എന്താ നമ്മളോട്ട് പറ്റാത്തത്? നല്ലതിന് സപ്പോർട്ട് ചെയ്യാനാ പറയുന്നത്. അല്ലാ, എന്നാലോ നിങ്ങൾക്ക് നിങ്ങളെ മരുവളം മടുത്തുക്കണോ? എന്തേ മടുത്തുക്കണു മാറ്റിയല്ലേ നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ, വേറെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ. എന്നെ വിളിച്ചിട്ടുണ്ട് നമ്മളെ മജ്‌ലിസിൽ നിന്ന്, വെറുതെ പറയല്ല, നമ്മുടെ മജ്‌ലിസിൽ നിന്ന് എന്നെ വിളിച്ചവരുണ്ട്. ഉസ്താദേ, ഒരു പെണ്ണ് കെട്ടിക്കൊണ്ടെന്നിക്കണു, ഒരു നിർവാഹമല്ല, ഓളെ ഗമ അങ്ങനെ കാണണങ്ങൾ. എന്താ തങ്ങൾ പാപ്പ, ഓളൊന്ന് സ്വയം ഒഴിഞ്ഞു പോണം. എന്നോട് പറയാ, ഇത് 1, 2, 3 അല്ലട്ടോ. ഞാനിത് ഇങ്ങനെ ലൈവില് പറയാത്തോണ്ടാണ്. നമ്മളെ ലൈവില് ഈ നൂറുൽ ഹുദാ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന കുറെ വെല്ലുമ്മമാര് അല്ലെങ്കിൽ കുറെ താത്താരുടെ പണി എന്താ അറിയോ? കേറി വന്ന മരുവളെ എങ്ങനെയും ചവിട്ടി പുറത്താക്കുക. അതെന്താ? പൂതിയുള്ള പോലെ നിന്ന് കൊടുക്കണില്ല. അവിടെ തുടക്കടി, ഇവിടെ തുടക്കടി, എത്തിക്കേറി ഫാനൊക്കെ വലിഞ്ഞു കയറി തുറക്കടി എന്നൊക്കെ പറയുമ്പോഴേക്കിനും ചാടി കയറി തുറക്കാൻ പറ്റുന്ന മരുവള് വേണം അല്ലേ? അങ്ങോട്ട് എടുക്ക്. രാവിലെ നിൽക്കുമ്പോ എന്റെ റൂമിൽ വെള്ളം എത്തിയിരിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് ചായ എനിക്കായിരിക്കണം, എന്നിട്ട് മതി എന്റെ മാപ്പിളക്ക്, ഞാൻ അവനെ പ്രസവിച്ചത്. ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ എണ്ണം ഉണ്ട്. അതൊന്നും മെയിൻ ചെയ്യണ്ട. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ നിലക്കുള്ള സ്വഭാവം കാട്ടുന്ന ഉമ്മമാരൊക്കെ കരുതിയിരിക്കുക.
നല്ല ബുദ്ധിപരമായിട്ട് ഇടപെട്ട് തന്ത്രപരമായിട്ട് ജീവിക്കുക. എല്ലാവരും ഇങ്ങനെ സോപ്പിട്ട് കൈ കൊണ്ടിറക്കുക. അതറിയാത്തവരാണ് ഓരോ അപകടങ്ങളിൽ പോയി ചാടാറുള്ളത്. അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. കുടുംബജീവിതം എന്ന് പറയുന്ന വലിയൊരു പഠനത്തിന് വിധേയപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. കുടുംബജീവിതത്തിനെ കുറിച്ചൊന്ന് പഠിക്കണം. സംഭവം വളരെ നിസാരായ ഒരു അമ്മൂസനും അമ്മായിമ്മയേക്കാരും, പക്ഷേ അടുത്തറിയുമ്പോഴാക്കാരം അണുബോംബ് പോലും ഇങ്ങനെ എഫക്റ്റീവില്ല എന്ന് മനസ്സിലാകുക. ആ സൈസ് സ്വഭാവമായിരിക്കും, ആ നിലക്കുള്ള ജീവിതമായിരിക്കും. ഇവരടിയിൽ പിടിച്ചു നിന്ന് പോകുക എന്ന് പറയുന്നത് വലിയ ഇടങ്ങാറായിരിക്കും. അപ്പം നിങ്ങൾ ആരും ഇടങ്ങാറാകാതെ ഒക്കെ തന്ത്രപരമായി നല്ല ആലോചിച്ചും ശ്രദ്ധിച്ചും ചിന്തിച്ചും തീരുമാനങ്ങളെടുത്ത് എല്ലാം നല്ലപോലെ കൊണ്ടു നടക്കുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മളെ മക്കളെ നേരാക്കുക എന്നുള്ളിടത്താണ് നമ്മുടെ മജ്‌ലിസ് എത്തി നിൽക്കുന്നത്. അവിടുന്ന് പോയതാണല്ലോ. നമ്മുടെ മക്കളെ നേരാക്കിയെടുക്കുക, മക്കൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുക, എപ്പോഴും അവരുടെ മേലൊരു കണ്ണുണ്ടായിരിക്കുക. അല്ലേ, ഇത് വലുതായി വയസ്സായി, മകന് 22 വയസ്സായി അല്ലെങ്കിൽ 18-19 വയസ്സൊക്കെ ആയിട്ട് അജു പള്ളിക്ക് പോയില്ലേ അല്ലേ, അന്നുണ്ട് എൻ്റെ ബാപ്പ ഒന്നും വരട്ടെ എന്നിട്ടോ പറഞ്ഞു കൊടുക്കാൻ ഒരു കാര്യമല്ല. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടൊരു കാര്യമല്ല. തല കുത്തി നിന്നിട്ട് നിങ്ങൾ വയത് പറഞ്ഞാലും നിങ്ങളെ മക്കൾ കേൾക്കൂല. അത് നിങ്ങളൊരു 6-7 വയസ്സിൽ പറയും വാപ്പ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാപ്പാനോട് പറയേണ്ട കരയും. അല്ലേ, ഇത് നമ്മൾ പറയുന്നത് 17 വയസ്സാകണം. എന്നിട്ട് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടും ബഹളം, ഇത് നിസ്കരിച്ചിട്ടില്ലടാ എന്ന് പറഞ്ഞിട്ട് ചുമരുമ കയറ്റിയിട്ടൊന്നും കാര്യമല്ല. അള്ളാഹു നല്ല ബുദ്ധി തരട്ടെ, അള്ളാഹു നല്ല ബുദ്ധി തരട്ടെ. മുഅ്മിനീങ്ങളെ എല്ലാം നന്നാകണം, എല്ലാം ശരിയാകണം. കൃത്യമായി മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്. എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഒന്നാമത് ചൊല്ലുന്നത് രോഗങ്ങൾ മാറാനാ, രണ്ടാമത് ചൊല്ലുന്നത് കടങ്ങൾ വീടാനാ, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാ, മൂന്നാമത് ചൊല്ലുന്നത് കുടുംബ ബന്ധങ്ങളിൽ ഖൈറുണ്ടാവാനാ, നാലാമത്തെ അസ്മാഉൽ ഹുസ്ന ചെയ്യുന്ന ജോലികളിൽ ബറക്കത്തുണ്ടാകാൻ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കിട്ടാൻ, അഞ്ചാമത് ചൊല്ലുന്നത് ഈമാനിന് സലാമത്തുണ്ടാകാൻ, ഈമാൻ സലാമത്താകാൻ നിയ്യത്താക്ക മുഅ്മിനീങ്ങളെ. ഒന്നാമത്തത് രോഗങ്ങൾ മാറാൻ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്, യാ ഫത്താഹ് യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഖാബിദു യാ അല്ലാഹ്, യാ ബാസിതു യാ അല്ലാഹ്, യാ ഖാഫിദു യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ്, യാ അദ്ലു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ഖബീറു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ്, യാ അളീമു യാ അല്ലാഹ്, യാ ഗഫൂറു യാ അല്ലാഹ്, യാ ശക്കൂറു യാ അല്ലാഹ്, യാ അലിയു യാ അല്ലാഹ്, യാ കബീറു യാ അല്ലാഹ്, യാ ഹഫീദു യാ അല്ലാഹ്, യാ മുഖീതു യാ അല്ലാഹ്, യാ ഹസീബു യാ അല്ലാഹ്, യാ ജലീലു യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്, യാ റഖീബു യാ അല്ലാഹ്, യാ മുജീബു യാ അല്ലാഹ്, യാ വാസിഉ യാ അല്ലാഹ്, യാ ഹകീമു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്, യാ ബാഇസു യാ അല്ലാഹ്, യാ ഷഹീദു യാ അല്ലാഹ്, യാ ഹഖു യാ അല്ലാഹ്, യാ വകീലു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ മതീനു യാ അല്ലാഹ്, യാ വലിയു യാ അല്ലാഹ്, യാ ഹമീദു യാ അല്ലാഹ്, യാ മുഹ്സി യാ അല്ലാഹ്, യാ മുബ്ദിഉ യാ അല്ലാഹ്, യാ മുഈദു യാ അല്ലാഹ്, യാ മുഹീ യാ അല്ലാഹ്, യാ മുമീതു യാ അല്ലാഹ്, യാ ഹയ്യു യാ അല്ലാഹ്, യാ ഖയ്യൂമു യാ അല്ലാഹ്, യാ വാജിദു യാ അല്ലാഹ്, യാ മാജിദു യാ അല്ലാഹ്, യാ വാഹിദു യാ അല്ലാഹ്, യാ അഹദു യാ അല്ലാഹ്, യാ സമദു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്, യാ മുഖ്തദിറു യാ അല്ലാഹ്, യാ മുഖദ്ദിമു യാ അല്ലാഹ്, യാ മുഅഖിറു യാ അല്ലാഹ്, യാ അവ്വലു യാ അല്ലാഹ്,
يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله 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 ثم الحمد لله يا الله يا الله فرجنا من وبا يا الله يا الله فرجنا من نوبا بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ് ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ് നല്ല തഖ്വയോടുകൂടെ രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ് ക്യാൻസർ ഉള്ളവരുണ്ട് ട്യൂമർ ഉള്ളവരുണ്ട് അല്ലാഹുവേ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും ഖൈർ നൽകണേ അല്ലാഹ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടണം നിയ്യത്ത് വെക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسن يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله
يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله 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 ثم الحمد لله. يا الله يا الله فرجنا من وابا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله സ്വീകരിക്കണേ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഏറ്റെടുക്കട്ടെ, അല്ലാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇനി ചൊല്ലേണ്ടത് രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന, മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. അല്ലാഹുവേ, എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മനസ്സുകൾക്ക് സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സുകൾക്ക് സന്തോഷം നൽകണേ അല്ലാ. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. هو الله الذي لا إله إلا هو يا الله. കുടുംബങ്ങളിൽ ഖൈറുണ്ടാവാൻ നിയ്യത്ത് വെക്ക്, ബറക്കത്തുണ്ടാകാൻ, എല്ലാ പിണക്കങ്ങളും മാറാൻ. يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع
ബദീഉ യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ്, യാ വാരിസ് യാ അല്ലാഹ്, യാ റഷീദ് യാ അല്ലാഹ്, യാ സബൂർ യാ അല്ലാഹ്, അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചൊല്ല് അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹു വജ്ജിനാ മിൻ വാബാ യാ അല്ലാഹു യാ അല്ലാഹു വജ്ജിഹനാ ബിന്നൂബാ ബിഅസ്മാഇകൽ ഹുസ്നാ ഉൻസുറനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുവേ ഞങ്ങളെ സദസ്സിന് നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. സാധുക്കളായ ഞങ്ങളെ സദസ്സിന് നീ ഏറ്റെടുക്കണേ അല്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ചൊല്ലേണ്ടത് 4-ാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. അള്ളാഹു നമ്മളെ കുടുംബങ്ങളിലൊക്കെ നല്ല പൊരുത്തം അള്ളാഹു നൽകട്ടെ. പരസ്പര സ്നേഹം, വൈരാഗ്യങ്ങളും എല്ലാ പിണക്കങ്ങളും മാറി നല്ല സ്നേഹത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അമീൻ പറയുന്നോർത്ത് ഒരു മടി ആരും കാണിക്കണ്ട. 4-ാമത്തെ അസ്മാഉൽ ഹുസ്ന ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനും ഉള്ള ജോലിയിൽ ബർക്കത്തുണ്ടാകാനും. പല ആളുകളും ജോലിക്ക് പോകാതെ ചുമ്മാ വീട്ടിലിരിപ്പാണ്. അതെന്തോന്നാ അങ്ങനെ? എന്താ വീട്ടിൽ നിന്ന് ആരും ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്നത്? എന്താ സംഭവം? കാലാണോ വളരുന്നത്, കൈയാണോ വളരുന്നത് നോക്കിയിട്ട് മക്കളെ വളർത്തി നാളെ ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകും അല്ലേ? അവരുടെ ആരോഗ്യവും അവരുടെ ആഫിയത്തും എല്ലാം നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. എന്നിട്ടിപ്പോ അവർക്ക് വയസ്സായപ്പോ നമ്മൾ ജോലിക്ക് പോകാതെ മടിയന്മാരായി വീട്ടിലിരിക്കണോ? അങ്ങനെ പാടില്ലല്ലോ. അള്ളാഹു നല്ല ബുദ്ധി എല്ലാ മക്കൾക്കും അള്ളാഹു നൽകട്ടെ. അപ്പൊ ജോലിക്ക് പോകാത്തവരൊക്കെ ജോലിക്ക് അങ്ങോട്ട് പോകണം. ആ നിലക്ക് നിങ്ങൾ എന്റെ കൂടെ ചൊല്ലണം. നമ്മളെ ഇങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് അങ്ങോട്ട് പോകാൻ തോന്നണം. അള്ളഹാനോടല്ലേ, അല്ലല്ലേ വല്യോന്. എല്ലാവരും തയ്യാറാണല്ലോ? ജോലിക്ക് പോകാതെ മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ ജോലിക്ക് പോകണം. അതിന് മനസ്സ് തോന്നണം. അതിനെന്ത് വേണം? നല്ല ആത്മാർത്ഥതയിൽ നല്ല ഉഷാറായിട്ട് നിങ്ങൾ ചൊല്ലണം. എല്ലാവരും കമന്റിലൊക്കെ അറിയിച്ചേ. അള്ളാഹാനാണ് വിളിക്കണം നമ്മൾ. ജോലിക്ക് പോകാത്ത മടിയന്മാരൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അസ്മാഉൽ ഹുസ്ന കൊണ്ട് നമ്മൾ ചൊല്ലുന്ന അസ്മാഉൽ ഹുസ്ന കൊണ്ട് അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. എല്ലാവരും നിയ്യത്താക്കിക്കോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശക്കൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ്
يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله 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 ثم الحمد لله. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു ഏറ്റെടുക്കട്ടെ, അല്ലാഹു ദുആക്ക് ഉത്തരം നൽകട്ടെ. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, സാധുക്കളായ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. നല്ല നിയ്യത്തോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ എല്ലാവരും ചൊല്ലും. അപ്പൊ നമുക്ക് ഈ മജ്ലിസ് കൊണ്ട് ഉപകാരങ്ങൾ കിട്ടും. ഇഖ്ലാസോടുകൂടെ ചൊല്ലുമ്പോൾ ഉപകാരങ്ങൾ ഇങ്ങനെ കിട്ടും. അല്ലാഹു ജോലിക്ക് പോകാത്തവർക്ക് ജോലിക്ക് പോകാനുള്ള മനസ്സ് അല്ലാഹു കൊടുക്കട്ടെ. ഉള്ള ജോലികളിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. ഇനി അഞ്ചാമത്തെ അസ്മാഉൽ ഹുസ്ന, ഇതൊക്കെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? മനസ്സിന്റെ ഉള്ളിൽ ഈമാൻ വേണം. ഈമാൻ ഉണ്ടെങ്കിൽ അല്ലാഹു നമ്മളെ തട്ടൂല. അപ്പൊ ഈമാൻ ഉണ്ടാകണം എന്ന് നിയ്യത്തോടുകൂടെ ഒരു അസ്മാഉൽ ഹുസ്ന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله
الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد അല്ലാഹുവേ പടച്ച റബ്ബേ ഈമാനിന് വർദ്ധനവ് നൽകണേ അല്ലാഹുവേ ഈമാൻ കുറഞ്ഞവരാണ് ഇഖ്ലാസ് കുറഞ്ഞവരാണ് അല്ലാഹുവേ ആ കാരണം ഞങ്ങളെ വലിച്ചെറിയല്ലേ നാഥാ ആ കാരണം ഞങ്ങളെ വലിച്ചെറിയല്ലേ അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ മുത്തമുഅ്മിനീങ്ങളെ ഇനി നമുക്ക് ചൊല്ലേണ്ടത് ഒരു 3 നാരിയത്ത് സ്വലാത്താണ് മനസ്സറിഞ്ഞ ഹബീബിലേക്ക് ഒരു 3 നാരിയത്ത് സ്വലാത്ത് എൻ്റെ പ്രിയപ്പെട്ട ശൈഖുന ഇബ്രാഹിം ഫഖാഫി ഉസ്താദ് എന്നോട് പറഞ്ഞതാണ് തങ്ങൾ നാരിയത്ത് സ്വലാത്ത് മജ്ലിസിൽ ചൊല്ലണം കഴിയുന്നത് ഞാൻ മുടക്കാറില്ല അത്ര അർജന്റ് ആണെങ്കിൽ മാത്രമേ എന്നാലും ചില സമയങ്ങൾ ഒരെണ്ണം ചൊല്ലാറുണ്ട് ചൊല്ലിയിട്ടേ ദുആ ചെയ്യാറുള്ളൂ അല്ലാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ഒരു 3 തവണ അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله കബൂലാക്ക് അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ് നിങ്ങൾ എല്ലാവരും കൈകൾ ഉയർത്തി ആമീൻ പറഞ്ഞാൽ മതി എല്ലാവരും ഇപ്പൊ ഇതുവരെ നിർവഹിച്ച അമലുകളൊക്കെ മുൻനിർത്തിയിട്ട് മനസ്സറിഞ്ഞ് ആമീൻ പറയാൻ ദുആ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ആമീൻ പറയാം. എല്ലാ ദിവസവും 8:45 നടക്കുന്ന മജ്ലിസാണ്. കഴിയുന്ന ആളുകളൊക്കെ എപ്പോഴും പങ്കെടുക്കുക. ചെറിയ മക്കളെ പിടിച്ച് മജ്ലിസിന് മുമ്പിൽ പിടിച്ചിരുത്തരുത്. സ്കൂളിലെ മദ്രസിലെ പഠിക്കാനുണ്ടാകുമ്പോൾ അവരെ മജ്ലിസിന് മുമ്പിൽ പിടിച്ചിരുത്തിട്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ ബർക്കത്ത് കൊണ്ട് മക്കൾ പഠിച്ചോളും, പരീക്ഷയിൽ ജയിച്ചോളും. അങ്ങനെയൊന്നും ആരും പറഞ്ഞ് ഇറങ്ങേറുണ്ടാക്കരുത്. അതുകൊണ്ട് മക്കളൊക്കെ പഠിപ്പിക്കുക. അവരെ പഠിപ്പിച്ചതിന് ശേഷം സമയമുണ്ടെങ്കിൽ മജ്ലിസ് കാണുക. അതല്ല എങ്കിൽ പകല് സമയങ്ങളിൽ മജ്ലിസ് ഇട്ട്
കണ്ട് നിങ്ങൾ മജ്ലിസ് കാണുക, മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. ഒഴിവ് സമയങ്ങളിൽ നമ്മളെ മക്കളുടെ പഠനം, അത് മദ്രസയിലെ പഠനം വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മൾ അതിൽ നിന്നൊന്നും പുറകോട്ട് പോകാൻ പാടില്ല. മദ്രസയിലെ കാര്യങ്ങൾ അവിടുന്ന് പഠിക്കുന്നതാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉടനീളം ചെയ്യേണ്ടത്. അതിന് എക്സാമിന് എഴുതാൻ വേണ്ടി പഠിച്ചാൽ പോരാ. എന്ത് വേണം? ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ, പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ എന്നുള്ള നിലക്ക് മക്കൾ പഠിക്കുമ്പോഴേ ഈ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. മദ്രസയിലൊക്കെ കാര്യങ്ങൾ നല്ലതുപോലെ ഇരുത്തി പഠിപ്പിക്കുന്ന മാതാപിതാക്കളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്ത സ്കൂളിലെയും പഠിപ്പിക്കണം. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി വസഹ്ബിഹി വസല്ലിം സ്വലാത്തൻ തുർദീക വതുർദീഹി വതർദാ ബിഹാ അന്നാ യാ അർഹമർ റഹീമീൻ. അർഹമർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റബ്ബായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ സദസ്സിനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾ നിന്റെ അടിമകളാണ് അല്ലാഹ്. നീ ഞങ്ങളെ ഉടമയാണ് റഹ്മാനെ. ഞങ്ങൾ നിന്റെ സൃഷ്ടികളാണ് അല്ലാഹ്. നീ ഞങ്ങളെ സൃഷ്ടാവാണ് റഹ്മാനെ. ഞങ്ങളെല്ലാ നിലക്കും ന്യൂനതകളും പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും അപാകതകളും ഉള്ള ശക്തരാണ് അല്ലാഹ്. നീ എല്ലാ നിലക്കും ശക്തനാണ്, പരിശുദ്ധനാണ്, കഴിവുള്ളവനാ. നിന്റെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് ഈ മുത്തബറക്കായ മജ്ലിസിൽ വെച്ച് നിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തുകയാണല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആഇനെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ചെയ്തു പോയ എല്ലാ പിഴവുകളും വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദ്മാര്, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, ദുആ കൊണ്ട് കടമപ്പെട്ട എല്ലാവർക്കും നീ പൊറുക്കണേ റഹ്മാനെ. എല്ലാവരുടെ സകല ബുദ്ധിമുട്ടുകളും നീ നീക്കി സന്തോഷം നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ കിഡ്നിക്കോ ഹാർട്ടിനോ വാൾവിനോ ലങ്സിനോ ഡിസ്കിനോ ഒരു തകരാറും നൽകല്ലേ അല്ലാഹ്. ഷുഗറോ പ്രഷറോ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, കാൽപാദം മുതൽ മൂർനാവ് വരെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ട്, ഇതിൽ ആരൊക്കെ പ്രയാസപ്പെടുന്നുണ്ടോ എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാഹ്. എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ലാഹ്. എല്ലാം ഏകനായ നിലക്ക് അടക്കി ഭരിക്കുന്ന ജഗനിയന്താവായ റബ്ബേ, എല്ലാം ഏകനായ നിലക്ക് അടക്കി ഭരിക്കുന്ന ജഗനിയന്താവായ റബ്ബേ, ഞങ്ങളെ വിഷമങ്ങൾ നിന്നോട് പറയുമ്പോ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് റബ്ബേ ഞങ്ങൾ പറയുന്നത്. ഈ മജ്ലിസിൽ നിർവഹിക്കപ്പെട്ട അമലുകൾ മുൻനിർത്തിയിട്ടാണ് പറയുന്നത്. തട്ടിക്കളയല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബായ അല്ലാഹ്, ഓരോ കാര്യങ്ങൾ പറയാതെ തന്നെ അറിയുന്നവനാണ് നീ. എല്ലാറ്റിനും പരിഹാരം കാണിച്ചു തരണേ അല്ലാ. ഈ സദസ്സ് കൊണ്ട് പരിഹാരം കാണിച്ചു തരണേ അല്ലാ. ഈ മജ്ലിസ് കൊണ്ട് വലിയൊരു സമാധാനം ഞങ്ങളെ ജീവിതത്തിൽ നൽകണേ അല്ലാ. ഒരുപാട് ഉമ്മമാര് ഒരു ദിവസം 4 തവണ മജ്ലിസ് കാണുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, സമാധാനം പ്രതീക്ഷിച്ചു വരുന്നവരാണല്ലാ. അല്ലാഹുവേ, അവർക്കൊക്കെ നീ സന്തോഷം നൽകണേ അല്ലാ. കൂട്ടമായിരുന്ന് കുടുംബം മുഴുവൻ ഇരുന്ന് മജ്ലിസ് കാണുന്ന വീടുകളുണ്ട്. സന്തോഷം നൽകണേ അല്ലാ. ഇസ്സത്തിലാക്കണേ അല്ലാ. റാഹത്തിലാക്കണേ അല്ലാ. സമാധാനത്തിലാക്കണേ അല്ലാ. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. പലരും വലിയ പ്രയാസത്തിലാണ്. കടം കൊടുക്കാനുണ്ട്, കൊടുക്കാനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ലാ. കിട്ടാനുണ്ട്, ഞങ്ങളെ കൈകളിലേക്ക് എത്തിച്ചു തരണേ അല്ലാ. പടച്ച റബ്ബേ, കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. ബാധ്യതകൾ ബാക്കി വെച്ച് മരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളെ കുടുംബങ്ങളെ എല്ലാം കാത്ത് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും കാത്ത് രക്ഷിക്കണേ അല്ലാ. എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാറ്റിനും കഴിവുള്ള റബ്ബേ,
ആര് ഞങ്ങളെ കളിയാക്കിയാലും പരിഹസിച്ചാലും നീ ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ കൈകൾ ഉയർത്തുന്നത്. നീ ഞങ്ങളെ അവഗണിക്കല്ലേ അല്ലാ, ഒഴിവാക്കല്ലേ അല്ലാ, തട്ടിക്കളയല്ലേ അല്ലാ. പടച്ച റബ്ബേ, മല പോലെ ഇറങ്ങുന്ന മുസീബത്തുകൾ മഞ്ഞ് പോലെയാക്കണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന ആഗ്രഹത്താൽ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഒരുപാട് മറ്റുള്ള ചികിത്സകൾ ചെയ്തു, ഒരു നിവൃത്തിയില്ല. അല്ലാഹുവേ, മക്കളെ കൊടുക്കുന്നത് നീയാണ്, മക്കളെ കൊടുക്കാൻ കഴിവുള്ളത് നിനക്കാണ്. നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി സന്തോഷിപ്പിക്കണേ അല്ലാ. നീ തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, മുത്തഖീങ്ങളാക്കണേ അല്ലാ, തഖ്വയുള്ള മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, കള്ള് കുടിച്ച് വ്യഭിചരിച്ച് മോശപ്പെട്ട രൂപത്തിൽ നടക്കുന്ന എല്ലാ മക്കളെയും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നന്നാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് നന്നാക്കി തരണേ അല്ലാ. മക്കളെ കൊണ്ട് കണ്ണുനീര് കുടിക്കേണ്ട ഒരു ഗതികേട് നൽകല്ലേ അല്ലാ, തലതാഴ്ത്തേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. ഏതേത് സാഹചര്യങ്ങളിൽ പരീക്ഷിക്കപ്പെട്ടാലും അതിൽ നിന്നൊക്കെ വിജയിച്ച് അല്ലാഹുവേ നല്ല ഉന്മേഷത്തോടുകൂടെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, മക്കളുടെ എക്സാമുകൾ, പരീക്ഷകൾ എല്ലാത്തിലും വിജയം നൽകണേ അല്ലാ. SSLC എക്സാം, +2 എക്സാം, അതുപോലെ വലിയ എക്സാമുകൾ നേരിടുന്ന ഞങ്ങളെ മക്കളെ വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് വിജയം നൽകണേ അല്ലാ, ഞങ്ങളെ മക്കൾക്ക് വിജയം നൽകണേ അല്ലാ. മരിക്കുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഈ മജ്ലിസിലുള്ള എല്ലാവർക്കും നീ നൽകണേ അല്ലാ. മരണപ്പെട്ട് ഖബറിൽ കഴിയുന്ന ഖബറാളികൾക്ക് ഖബർ വെളിച്ചമാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഖബർ സ്വർഗീയ പൂന്തോപ്പാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ ഞങ്ങളും മരിക്കേണ്ടവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഹബീബായ തങ്ങളെ പൂമുഖം കണ്ട് മരിക്കണം ആഗ്രഹമുണ്ട്. അല്ലാഹുവേ, ഈ മജ്ലിസിലുള്ള ഒരുപാട് ഉമ്മമാര്, ത്വാഹിറ ഉമ്മ ഉൾപ്പെടെ പ്രത്യേകം ആ ഉമ്മ അത് മാത്രമാണ് പറയാറുള്ളത്, വേറൊരു കാര്യം പറയാറില്ല റബ്ബേ. ആ ഉമ്മ ഉൾപ്പെടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇഫ്തഹ് ലനാ അബ്വാബ റഹ്മതിക യാ അർഹമർ റഹീമീൻ. خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. റമദാൻ കിറ്റിലേക്ക് ഗൂഗിൾ പേ നമ്പറാണ് മുകളിലുള്ളത്, 97 78 75 41 17 എന്ന് പറയുന്ന നമ്പർ. റമദാൻക്ക് നമ്മൾ ഉഷാറായിട്ട് കിറ്റ് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ഓരോരുത്തരും മനസ്സിലെ ഓരോ ഉദ്ദേശങ്ങൾ വെച്ച് നമ്മളെല്ലാവരും അതിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന നിലക്കൊക്കെ സഹകരിക്കുക. ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലാതെ ആരും അടങ്ങാറാവുന്ന അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമദാനിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ സ്ഥാപനത്തിൽ വരുന്ന നമ്മുടെ എത്തീംഖാനയിലെ പെൺകുട്ടികളെ 4 പെൺകുട്ടികളുടെ എത്തീംഖാനയിലെ കല്യാണം നടക്കാനുണ്ട്. നമ്മളല്ലാതെ വേറെ ആരുമില്ല, നമ്മളെ വേണം അത് നടത്താൻ. ഇൻഷാ അല്ലാഹ് വലിയൊരു ദൗത്യമാണ്. 4 കുട്ടികളെ കല്യാണം നടത്തി കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല, നിസ്സാരമായ കാര്യമൊന്നുമല്ല. നമ്മളെ മജ്ലിസ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുള്ള മജ്ലിസല്ല, കുറച്ച് ആളുകളുള്ളൂ. ഉള്ള ആളുകൾ എല്ലാവരും സഹകരിച്ച് എൻ്റെ കൂടെ നിന്ന് തരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ മക്കളെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് വൈകുന്നേരം രാത്രി ഭക്ഷണം കൊടുക്കാൻ ഏറ്റവരുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ സ്ഥിരമായി മജ്ലിസ് കാണുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദിൻ്റെ കുടുംബം, ആ ഉസ്താദിൻ്റെ മകന് ഹാഫിളായപ്പോൾ എന്നെ അവരെ വീട്ടിൽ അവർ പരിപാടിയൊക്കെ വെച്ച് വലിയ പരിപാടി വെച്ചിരുന്നു. അതിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. ദുആക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയിരുന്നു, ദുആ ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ്. ആ ഉസ്താദ് മറ്റന്നാൾ ഉച്ചക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. അള്ളാഹു ആ ഉസ്താദിന് ബർക്കത്ത് ചെയ്യട്ടെ വീട്ടിലേക്ക്. അതുപോലെ തന്നെ നാളെ ആലപ്പുഴ പരിപാടിയുണ്ട്. നമ്മളെ PMS തങ്ങൾ വിളിച്ചിട്ടുണ്ട്, അവരെ വീട്ടിലേക്ക് പോകണം. അള്ളാഹു ഖൈർ നൽകട്ടെ. അവരൊക്കെ ദുആയിൽ ഒരിടം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.